എൻജി യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. ഇന്ന് നമ്മൾക്ക് നമ്മളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് കളയാനോ ഉള്ളൊരു അവസരമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ചെയ്യണമെന്നില്ല, ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഓപ്ഷൻസ് വേണമെങ്കിൽ റീഅറേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ മാറ്റി വെക്കാം. ഇപ്പോൾ 10ാമത് ഇരിക്കുന്നതിനെ വേണമെങ്കിൽ 7ലേക്ക് മാറ്റാം, 7 എന്നുള്ളതിനെ ചിലപ്പോൾ വേണമെങ്കിൽ 1ലേക്ക് മാറ്റാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. കാരണം ഒരു ഓപ്ഷൻ വെച്ചു, നമ്മൾ അവിടെ ഒരു അലോട്ട്മെൻറ്റ് വന്നു, കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്ന് ഉറപ്പുള്ള ഓപ്ഷൻ മാത്രം മതി. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പ്രശ്നം കണ്ടു, ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി, പക്ഷേ ആ കോളേജ് വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഈ അഡ്മിഷൻ എടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായി പോവുകയാണോ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമുക്കിനി സപ്ലിമെൻ്ററിയിൽ കൊടുക്കാം. സാധാരണ അങ്ങനെ ഔട്ടായി പോയവർക്ക് സപ്ലിമെൻ്ററി കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കോളേജിൽ സീറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചു, അത് കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് 24-ാം തീയതിയാണ്. യൂണിവേഴ്സിറ്റി എപ്പോഴും പറയുന്ന ഡേറ്റിന് മുമ്പായിട്ടാണ് അലോട്ട്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്യാറ് എല്ലാ വർഷവും. സോ 24-ാം തീയതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിന് മുമ്പ് വന്നേക്കാം, അതുകൊണ്ട് വെബ്സൈറ്റ് നിങ്ങൾ നോക്കണം. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ഒരു 3ാമത്തെ ചോയ്സാണ്, അത് നിങ്ങൾക്ക് മതി. ഇനി ആദ്യത്തെ 2 ഓപ്ഷനിൽ നിങ്ങളെ പരിഗണിക്കേണ്ട എന്നാണെങ്കിൽ, മനസ്സിലായോ? പരിഗണിക്കേണ്ട എന്നാണെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പരിഗണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അങ്ങനെ ഒരു ചോയ്സ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ കിട്ടിയേക്കുന്നതിൽ നിന്ന് മുമ്പുള്ളതിലേക്ക് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടായ സീറ്റ് പോകും. മനസ്സിലായി? ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 3ാമത്തെ ഓപ്ഷനിലാണ് വന്നത്, പക്ഷേ നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തു കൊടുത്തില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, നമ്മുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചിട്ട് നമുക്ക് 2ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ നമ്മൾ നേരത്തെ കിട്ടിയ സീറ്റ് നിർബന്ധമായിട്ട് പോകും. നമ്മൾ തീർച്ചയായിട്ടും പുതിയ കിട്ടിയേക്കുന്ന സീറ്റിൽ നമ്മൾ അഡ്മിഷൻ എടുക്കണം. പിന്നീട് എനിക്ക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും എവിടെയാണെങ്കിലും പറഞ്ഞാൽ എനിക്ക് മറ്റേ സീറ്റ് മതി എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും അലോട്ട്മെൻറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആ സീറ്റ് തന്നെ മതി ആണെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ്, അതായത് കിട്ടിയതിന് മുകളിലുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഓപ്ഷൻസിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ അവിടെ സേവ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ സേവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ വച്ചേക്കുന്ന രീതിയിലാണോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെയാണോ ഓപ്ഷൻസ് വന്നേക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കുക. പ്രിൻ്റ് നിങ്ങൾ PDF ആയിട്ടൊന്നും എടുക്കണമെന്നില്ല, പ്രിൻ്റ് ആയിട്ടൊന്നും എടുക്കണമെന്നില്ല, ജസ്റ്റ് ആ PDF ആയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവാറുണ്ട് അവിടെ. നമ്മളുടെ പ്രൊഫൈൽ അതൊന്ന് വ്യൂ ചെയ്യാനുള്ള ഒരു അവൈലബിലിറ്റി അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ വിചാരിച്ച പോലെയല്ലേ എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എനി റിക്വസ്റ്റ് ടു റീചെയിൻ ദ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആഫ്റ്റർ ദ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഹയർ ഓപ്ഷൻ രജിസ്റ്റേർഡ് വിൽ നോട്ട് ബി കൺസിഡർ അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. അതായത് ഹയർ ഓപ്ഷൻ നിൽക്കുന്നുണ്ടായിരുന്നു, അതിനുശേഷം നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കിട്ടിയ കോളേജ് അല്ലാതെ പുതിയൊരു കോളേജ് കിട്ടിയാൽ തീർച്ചയായിട്ടും പുതിയ കോളേജിൽ പോയി നമ്മൾ ജോയിൻ ചെയ്യണം, കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നവർക്കും ഇനി ഒന്നും കിട്ടാത്തവർക്കും വേണമെങ്കിൽ എഡിറ്റിംഗ് ചെയ്യാം, ഒന്നും ചെയ്തില്ലെങ്കിലും നിർബന്ധമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡെക്സ് മാർക്കിൻ്റെയൊക്കെ ബേസിൽ. ഇനി ദർ ഇസ് നോ നീഡ് ടു ക്യാൻസൽ ഹയർ ഓപ്ഷൻ ഫോർ കാൻഡിഡേറ്റ് ഹു ഹാവ് ടേക്കൻ പെർമനൻറ്റ് അഡ്മിഷൻ. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ 3rd ഓപ്ഷൻ കിട്ടി, എന്നിട്ട് ഇനി അടുത്തത് വേണ്ടാന്നുണ്ട്, പക്ഷെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തവരാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ക്യാൻസൽ ചെയ്ത് കളയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും കേട്ടോ. പെർമനൻ്റ് അഡ്മിഷൻ എടുത്തേക്കുന്നവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കോളേജിൽ പോയി അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ വ്യത്യാസമൊന്നും വരാനില്ല. പക്ഷേ ഒന്നുകൂടി സേഫായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയാം. The allotment is done slowly based on the detail given by the candidate on online application in the online detail furnished by the candidate. Okay, അതായത് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് വരുന്നത് നിങ്ങൾ ഓൺലൈനിൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ടാണ്. പിന്നെ നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കയ്യിലുള്ള ഡേറ്റായും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റായും തമ്മിൽ മിസ്മാച്ച് ഉണ്ടായ അഡ്മിഷൻ ക്യാൻസലായി പോകും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്ലിമെൻ്ററി കൊടുക്കാൻ പറ്റാറുണ്ട്, അപ്പോൾ അഡ്മിഷൻ ക്യാൻസലായി പോകും എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിനോടനുബന്ധിച്ചിട്ട് വന്നേക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.